നിങ്ങളൊരു പാരൻ്റ് ആണോ എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? നോ ഡൗട്ട്സ് നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സമയത്ത് അവർക്ക് നൽകുന്ന കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷനും. കുഞ്ഞുങ്ങളുടെ അഭിരുചികൾ മനസ്സിലാക്കി അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാംബിനോ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ. ബാംബിനോ ഒരൊറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ഇറ്റ് മീൻസ് നർച്ചറിങ് ലിറ്റിൽ വൺസ്. കുഞ്ഞു പിള്ളേരെ നമ്മൾ നർച്ചർ ചെയ്യുക, ടു ഹോൾഡ് ദം, ടു ഡെവലപ്പ് ദം, അല്ലെങ്കിൽ മോൾഡ് ദം ആസ് എൻ ഇൻഡിവിജ്വൽ. അതാണ് ബാംബിനോ. ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് കിൻഡർ ഗാർഡൻ സ്കൂൾസ് ഇൻ കേരള. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പീരീഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആ ഒരു ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 6 years ആണ്, അപ് ടു 6 years ആണ്. ആ ഒരു ടൈമിലാണ് മാക്സിമം 80% ഓഫ് ദ ചൈൽഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അവർക്കിപ്പോൾ നല്ലൊരു കാര്യമായാലും ഒരു ഗുഡ് ആൻഡ് ബാഡ് ബോത്ത് എന്ത് നമ്മൾ കൊടുക്കുന്നോ അത് ആ രീതിയിലാണ് അവരത് മോൾഡ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന അവരുടെ ബെസ്റ്റ് കെയർ അല്ലെങ്കിൽ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് ലൈഫ് ടൈം വരെ ഉള്ള അവരുടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആക്കി അവരെ മാറ്റുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളതും നല്ലൊരു ക്രിയേറ്റീവ് വേയിലും അവരെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ വെൻ യു ലുക്ക് അറ്റ് ടു ദ ഇന്ത്യൻ സിനാരിയോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി ആസ് 90% ഓഫ് ദ പേരൻസ് ആർ ഫോക്കസിങ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. കിൻഡർ ഗാർഡൻ ലേണിങ്ങിലോട്ട് വളരെ ചുരുക്കം ആൾക്കാരെ ആ ഒരു ഇമ്പോർട്ടൻസ് കുഞ്ഞുങ്ങളെ വിടുന്നു, കൊണ്ടുപോകുന്നു. പക്ഷെ ആ ഒരു മോൾഡിങ് എത്രത്തോളം അവരെ ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ബാംബിനോ അപ്പം ആ ഒരു രീതിയിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബാംബിനോയുടെ ഒരു രീതിയിലോട്ട് വരുമ്പം ദേ ആർ ലേണിംഗ് ത്രൂ പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പ്ലോഷർ. അവരൊരു ബൈ ഹാർട്ടിങ് സ്റ്റൈലിനെ കഴിഞ്ഞ് ഒരു ഹാൻഡ്സ് ഓൺ ലേണിങ്ങിലോട്ടാണ് അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ഒരു മോണ്ടിസറി സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അറിയാം ഹൗ ടു ക്ലീൻ എ ടേബിൾ, അല്ലെങ്കിൽ ഹൗ ടു ഫോൾഡ് എ മാറ്റ്. ഒരു നാപ്കിൻ പോലും അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരു ക്ലോത്ത്സ്, ഇൻഫാക്റ്റ് നാപ്കിൻ ആയാലും അവരുടെ ടവൽസ് ആവാം, ബേസിക് എറ്റിക്കറ്റ്സിനെ പറ്റി ഞാൻ പറയുന്നത്. ചിലപ്പം ഒരു ബുക്സ് ഓർഗനൈസ് ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അവർ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും. അവർ തന്നെ ഈവൻ എ 3-year-old ചൈൽഡ് ക്യാൻ ടൈ ഹിസ് ഓൺ ലേസ് എന്ന് നമ്മൾ പറയും. ബട്ടണിങ്, അൺബട്ടണിങ്, യൂസിങ് ഡിഫറെൻറ്റ്, ഇതെല്ലാം അവരവരുടെ മെത്തഡോളജി വെച്ചിട്ടാണ് അവർ പഠിച്ചെടുക്കുന്നതാണ് അവരുടെ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ABCD എന്നല്ല നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ദേ ആർ ഡെവലപ്പിംഗ് ദ പ്രാക്ടീസ് ടുവേർഡ്സ് ദ ഡെയിലി ലൈഫ്. All of you look here. Good morning. Today we are going to learn a new activity. Okay, that is a large button frame. What? Large button frame. This is the large button frame. Okay, watch me carefully. I am going to open the flaps. Use your 2 fingers. We have CCTV, which is a live access for the parents. എന്ന് വെച്ചാൽ പേരൻസിന് വീട്ടിൽ ലാപ്ടോപ്പ് ആയാലും അവരുടെ ഫോൺസിലായാലും അവർക്ക് കാണാം കുഞ്ഞുങ്ങൾ അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെ പഠിക്കുന്നു, എവരെ കളിക്കുന്നു. ഓൾ ദി ഏരിയാസ് ഫ്രം ദ ഗേറ്റ് ടു ഓൾ ദ ക്ലാസ് റൂംസ്, ഓൾ ദി ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നത് CCTV ആണ്. സ്പെസിഫിക്കലി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പേരൻസിൻ്റെ ഫിയർ ഫാക്ടറാണ് നമ്മുടെ സെക്യൂരിറ്റി. ആർ ദേ ഇൻ സേഫ് ഹാൻഡ്സ്? സോ വി ട്രൈ ടു മേക്ക് ഇറ്റ് എ സെക്കൻഡ് ഹോം ഫോർ ദം. ഇവിടെ എവറി ഡേ ഈസ് എ സെലിബ്രേഷൻ. സോ ചിലപ്പോൾ ഒരു ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു ഫൺ ഡേ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രൂട്ട് ആക്ടിവിറ്റി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഗെയിം സെഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ അവരുടെ ലേണിംഗ്, ഇപ്പം അവർക്ക് ഒരു ക്ലാസ്സിലോട്ട് പഠിക്കാനോ ഇരിക്കാനോ താല്പര്യമില്ലെങ്കിൽ ദേ ക്യാൻ ഡു. എ ചൈൽഡ് ഇസ് ദ ബോസ് ഓവർ ഹിയർ. എന്ന് വെച്ചാൽ ദേ ആർ ദ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഓഫ് ദ സ്കൂൾ, നോട്ട് മീ ഓർ നോട്ട് ദ ടീച്ചേഴ്സ് ഓർ നോട്ട് ദ കെയർ ടേക്കേഴ്സ്. അവിടെ ഇമ്പോർട്ടൻസ് കുഞ്ഞുങ്ങൾക്കാണ്. കുഞ്ഞുങ്ങൾക്കിപ്പം പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ദേ ആർ ഔട്ട് ഫോർ ദെയർ ഓൺ ആക്ടിവിറ്റീസ്.
ഒരു മോണ്ടിസറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറിൻ്റെ ഒരു കൺസേൺ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഒരു ഇമ്പാർട്ടിങ് നോളജ് മാത്രമല്ല, ആ ഓരോ കുഞ്ഞുങ്ങളിൽ എത്രമാത്രം ഡിഫറൻസിയേഷൻ വരുന്നുണ്ട് ഫ്രം ദ ടൈം ദ ചൈൽഡ് ഹസ് ജോയിൻഡ്, ഫ്രം ദ ഫസ്റ്റ് ഡേ ടു ദ ലാസ്റ്റ് ഡേ. ഇപ്പോൾ ഒരു കുഞ്ഞ് വരുമ്പം ആ കുഞ്ഞിന് പല ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും. കുറച്ച് ആ 1 month കഴിയുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, പ്രോഗ്രസ് എങ്ങനെയാണ്, ഹൗ ഫാർ ദ ചൈൽഡ് ഹാസ് റീച്ച്ഡ്, ഇല്ലെങ്കിൽ എന്തൊക്കെ ഡിലേസ് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്ട്രെങ്ത്സ് വരുന്നത്, അതെല്ലാം ആസ് എ ടീച്ചർ കുഞ്ഞിനെ ഫീൽ ചെയ്യും. ബീയിങ് എ സെക്കൻഡ് മദർ ടു ദ ലിറ്റിൽ വൺസ്, അതാണ് ടീച്ചേഴ്സ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊരു കുറച്ച് ടൈം കഴിയുമ്പോഴത്തേനും ദേ ലവ് ആൻഡ് ദിസ് ദേ കൺസിഡർ ദിസ് ആസ് എ സെക്കൻഡ് ഹോം ഫോർ ദം. Hi, I'm Aisha, mom of quadruplets, 2 boys and 2 girls. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ പ്രീ കെ ജിയിലാണ് പഠിക്കുന്നത് ആൻഡ് ഇറ്റ്സ് ബിൻ ക്വൈറ്റ് ഫ്യൂ മന്ത്സ്. ഐ ക്യാൻ സീ എ ഡ്രാസ്റ്റിക് ഡെവലപ്മെൻറ്റ്. യു നോ, ബാംബിനോ ഇസ് മോർ ലൈക്ക് എ ഹോം, സെക്കൻഡ് ഹോം ഫോർ മൈ ബേബീസ്. ആൻഡ് അവരുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും ഐ ക്യാൻ സീ ദ മോർ ഇൻഡിപെൻഡൻറ്റ്. അതുപോലെ തന്നെ സ്കൂളിൽ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണെങ്കിലും ദേ സോ പേഷ്യൻറ്റ്, ദേ സോ കെയറിങ്. അതുപോലെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു എൻഷുർ ദാറ്റ് മൈ കിഡ്സ് ഗെറ്റ് ഈക്വൽ അറ്റൻഷൻ ഹിയർ. അപ്പോൾ അത് എനിക്ക് കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ അക്കാഡമിക്സിലാണെങ്കിലും ബാക്കിയുള്ള ഡെവലപ്മെൻറ്റിലാണെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ എക്സൽ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ സെക്യൂരിറ്റിയുടെ കാര്യം പറയാനാണെങ്കിലും അതെ, ദേ പ്രൊവൈഡിങ് എ ലൈവ് സ്ട്രീമിംഗ് പ്രൊവിഷൻ so that if you are a parent, wherever you can get an access on that and you can keep your eye on them. So I am completely satisfied as a parent. ബാംബിനോ എന്നുള്ളത് ഞങ്ങളുടെ ഒരു പാഷനായിരുന്നു. ഞങ്ങളുടെ എന്ന് പറയുമ്പം എൻ്റെയും എൻ്റെ ബാംബിനോ ടീമിൻ്റെയും. ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മൾ കൊടുക്കുന്നത് ഹയർ എഡ്യൂക്കേഷനാണ്. ഏർലി എഡ്യൂക്കേഷന് ഉള്ള ഫോക്കസ് വെസ്റ്റേൺ വേൾഡുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ മോശമാണ്. ഈ ഒരു ലേണിങ്ങിൽ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നാട്ടിന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൻ്റെ പാർട്ടായിട്ട് ഏർലി എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാംബിനോ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാൻ ആലോചിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ബാംബിനോ സ്കൂൾസാണ്. മോണ്ടിസറി ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾസാണ്, ആക്ടിവിറ്റി ബേസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത്. ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റിയാണ്. മോണ്ടിസറി പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് നാട്ടിൽ വളരെ വളരെ കുറവാണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി സെൻറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ പ്രാക്ടിക്കൽ നോളജും കൊടുക്കുന്ന രീതിയിലാണ് കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ യുവജൻ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടാണ്. ഈ ടീച്ചേഴ്സിനെ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്കൂളുകൾക്ക് ഉപയോഗിക്കുന്നത്. അതിനൊപ്പം മറ്റ് സ്കൂളുകൾക്കും ഈ ടീച്ചേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ MBA കഴിഞ്ഞൊരു ആളാണ്. അപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ആദ്യത്തെ മോളുടെ ഒരു വളർച്ചയിൽ എനിക്ക് എൻ്റെ കരിയർ ഒരുപാട് ഗ്യാപ്പ് വന്നു. പിന്നെ എനിക്ക് 2ാമത്തെ ആളായി. എൻ്റെ 2ാമത്തെ ആളും ബാംബിനോയിലാണ് പഠിക്കുന്നത് ഇപ്പോൾ. ആ സമയത്താണ് ഞാൻ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയാണെന്നിപ്പോൾ ബാംബിനോ മോണ്ടിസോറി കോഴ്സിനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും വിചാരിച്ചില്ല, ഞാൻ കോഴ്സ് എടുത്തു. ബാംബിനോ മോണ്ടിസോറി കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കോഴ്സുകളെ പോലെ തിയറി മാത്രമല്ല പഠിപ്പിക്കുന്നത്, നമ്മളെ പ്രാക്ടിക്കൽസും കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതും വിത്ത് വെരി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ബാംബിനോ മോണ്ടിസോറി കോഴ്സ് NSDCയുടെ അണ്ടറിലാണ് വരുന്നത്. നമുക്ക് ഈ കോഴ്സ് തീരുമ്പോൾ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് അതിൻ്റെ പേര്. ഈ കോഴ്സ് തീരുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും വിത്ത് 99% ഓഫ് പ്ലേസ്മെൻറ്റ്. അപ്പം ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ വെരി ഗുഡ് കരിയർ ഇൻ ടീച്ചിങ്. ഇതിൻ്റെ തേർഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്കൂളായി, നമുക്ക് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സായി, പക്ഷേ നമുക്കിതെങ്ങനെ സ്പ്രെഡ് ചെയ്യാം, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അവിടെയാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് എന്തുകൊണ്ട് ഫ്രാഞ്ചൈസീസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളത്. അങ്ങനെയാണ് ബാംബിനോ ഫ്രാഞ്ചൈസീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാംബിനോ ഫ്രാഞ്ചൈസീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസറി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ഫ്രാഞ്ചൈസിക്ക് എന്തെല്ലാമാണോ ആവശ്യം ഫ്രം ദ ബിഗിനിങ്
ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സ്പേസ്, ഡിസൈൻ ഓഫ് ദ സ്പേസ്, അവർക്ക് വേണ്ട സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർസ്, ഡെയിലി പ്ലാൻ, മന്ത്ലി പ്ലാൻ, ഇയർലി പ്ലാൻ, അങ്ങനെ എല്ലാം കൊടുക്കുന്ന രീതിയിലാണ് ഫ്രാഞ്ചൈസീസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രാഞ്ചൈസീസ് എടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഫ്രാഞ്ചൈസി ഓണേഴ്സിന് ഓപ്പറേഷണലി എല്ലാ സപ്പോർട്ടും ബാംബിനോയുടെ സൈഡിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഞങ്ങൾ ഒരു മോർ ദാൻ 25 ഇയേഴ്സ് വിദേശത്ത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയതിന് ശേഷം നാട്ടിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്തത് വിദേശത്ത് നിന്ന് വളരെ ഡിഫറെൻ്റാണ് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിനാരിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരു സ്ട്രോങ് ബേസ് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. വളരെ വലിയൊരു റിസർച്ചിന് ശേഷം ഏറ്റവും നല്ല ഞങ്ങളുടെ തീരുമാനമെന്ന് ഇപ്പോൾ തോന്നുന്ന ബാംബിനോ എന്ന ബ്രാൻഡ് ലേക്ക് കടന്നത്. ആദ്യം ഒരു ഫ്രാഞ്ചൈസിയാണ് എടുത്തതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ പുരോഗതി അനുസരിച്ചിട്ട് രണ്ടാമത് ഒരു ഫ്രാഞ്ചൈസി എടുക്കാനും ഇപ്പോൾ മൂന്നാമതൊരു ഫ്രാഞ്ചൈസിയിലേക്ക് കടക്കാനുള്ള പ്ലാനിങ്ങിലും എത്താൻ കഴിഞ്ഞത് ബാംബിനോ ടീമിൻ്റെ വളരെ വലിയ സപ്പോർട്ടും ഗൈഡൻസും ഒന്നുകൊണ്ട് മാത്രമാണ്. എന്ത് എപ്പോൾ ചെയ്യണമെന്നുള്ള ഗൈഡൻസ് ഇവിടുന്ന് ബാംബിനോയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇത്രയും എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ പോലും അവരുടെ അറിവിൻ്റെ മുമ്പിൽ നമുക്ക് മനസ്സിലായത് നമ്മുടെ അറിവ് വളരെ കുറവായിരുന്നു. അത്രയും നല്ല ഒരു ഇൻഫർമേഷൻ അവർ നമുക്ക് നൽകുകയാണ് ചെയ്തത്. ബാംബിനോ നമുക്ക് വളരെ വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെ അവർ നിൽക്കുകയാണ് ഇപ്പോഴും. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രസ്റ്റ് വർത്താണ് ഇവരുടെ ഒരു സപ്പോർട്ടും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇവരുടെ ഒരു ഹെൽപ്പും. എല്ലാ രീതിയിലും നമുക്കിവരെ ആശ്രയിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഏർലി ചൈൽഡ്ഹുഡിലുള്ള മോണ്ടിസോറി ട്രെയിനിങ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറെ ഗുണം ചെയ്യും. അതിനു പറ്റിയ മികച്ച ഓപ്ഷനാണ് ബാംബിനോ ഇൻ്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ.